നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ഇനിയും കേസുകൾ ഉണ്ടാകുമെന്ന ഭയത്തിലാണ് സൈബർ ആക്രമണം നടത്തുന്നതെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ വികസനമെല്ലാം കൊണ്ടുവന്നത് UDF സർക്കാരുകളാണെന്ന് രമേശ് ചെന്നിത്തല. അജാനൂർ പഞ്ചായത്ത് തീരദേശ മേഖല UDF തെരഞ്ഞെടുപ്പ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാഞ്ഞങ്ങാട് നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം സജീവം. ഭരണം നിലനിർത്തുമെന്ന് നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥി VV രമേശൻ. നഗരസഭ തിരിച്ചു പിടിക്കുമെന്ന് UDF ചെയർമാൻ സ്ഥാനാർത്ഥി MP ജാഫർ. കുടുംബശ്രീ ജില്ലാ മിഷൻ ഒളിമ്പിക് 2.0 എന്ന പേരിൽ ജില്ലാതല ബഡ്സ് കായികമേള സംഘടിപ്പിച്ചു. ക്രൈംബ്രാഞ്ച് SP P ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ ടൗണിലെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രധാന റോഡിൽ സൗകര്യപ്രദമായ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാതയോരത്ത് നിരാഹാര സമരം തുടങ്ങി. കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ലോക എയ്ഡ്സ് ദിനാചരണം ജില്ലയിൽ വിവിധ പരിപാടികളോടെ നടന്നു. ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. അടോട്ട് ശ്രീ വനദുർഗ ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. പൊങ്കാല സമർപ്പണം ഭക്തിയുടെ നിറവിൽ നടന്നു. വാർത്തകൾ വിശദമായി. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ കാണാം. തദ്ദേശ പോര്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ഇനിയും കേസുകൾ ഉണ്ടാകുമെന്ന ഭയത്തിലാണ് സൈബർ ആക്രമണം നടത്തുന്നതെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ED വിഷയത്തിൽ കോൺഗ്രസിന് ഇരട്ടത്താപ്പാണെന്നും കാസർഗോഡ് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പരിപാടിയായ തദ്ദേശം 2025 അദ്ദേഹം പറഞ്ഞു. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിപ്പാണ് സർവതല സ്പർശിയായ മേഖലയിൽ കേരളം കൈവരിച്ചിട്ടുള്ളത്. അത് ഇന്നത്തെ രാവിലെ മുതലേ ഉള്ള വലിയ ഒരു വാർത്ത കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കിഫ്ബിയെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് നോട്ടീസ് വരാത്തതെന്നായിരുന്നു ഞാൻ ഇതേവരെ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രാവിലെ ആകുമ്പോഴേക്ക് നോട്ടീസ് വന്നു. എല്ലാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അതിൻ്റെ ഒപ്പം വരുന്നതാണ് നോട്ടീസ്. കിഫ്ബി 1,00,000 കോടി രൂപയുടെ വികസന പ്രവർത്തനം മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ട പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ ഒരു വലിയ മുന്നേറ്റം സൃഷ്ടിച്ച നാടാണ് കേരളം. അത് കടന്നു പോകുന്ന ഓരോ വഴിയും കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നാഷണൽ ഹൈവേ ഉൾപ്പെടെ 5,600 കോടി രൂപ നാഷണൽ ഹൈവേക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി നൽകിയത് കേരള ഗവൺമെൻറ് കിഫ്ബി വഴിയാണ്. അങ്ങനെ കിഫ്ബിയെ അപകീർത്തിപ്പെടുത്താനും അത് പണ്ടേ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് മലപ്പുടിക്കാരൻ്റെ സ്വപ്നം എന്നായിരുന്നു. അതിൽ നിന്നാണ് 1,00,000 കോടിയുടെ വികസനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ആർക്കും പറയാൻ സാധിക്കാത്ത നിലയിൽ കേരളം വികസന കുതിപ്പിലേക്ക് നീങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് UDF ആരംഭിച്ച കിഫ്ബിയെ ഭാവനാപൂർവ്വം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനമായിരുന്നു. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. ആ വിഷയത്തിൽ ഉറപ്പായിട്ടൊരു കാര്യം പറയാൻ കഴിയും. കോൺഗ്രസ്സാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഒളിവിൽ പാർപ്പിക്കുന്നത്. വേറെ ആരുമല്ല, കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ സൈബർ സെല്ല് വലിയ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ വികസനമെല്ലാം കൊണ്ടുവന്നത് UDF സർക്കാരുകളാണെന്ന് രമേശ് ചെന്നിത്തല. അജാനൂർ പഞ്ചായത്ത് തീരദേശ മേഖല UDF തെരഞ്ഞെടുപ്പ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് വികസനമെല്ലാം കൊണ്ടുവന്നത് UDF സർക്കാരുകളാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അജാനൂർ കടപ്പുറം മൈത്രി ഭവൻ കോമ്പൗണ്ടിൽ ചേർന്ന അജാനൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടത്തിയ തീരദേശ മേഖല UDF കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
സ്മാർട്ട് സിറ്റി, വിമാനത്താവളങ്ങൾ, നിരവധി സർവകലാശാലകൾ, ജില്ലകൾ തോറും മെഡിക്കൽ കോളേജുകൾ, വിഴിഞ്ഞം പദ്ധതി തുടങ്ങിയവയെല്ലാം കൊണ്ടുവന്നത് കോൺഗ്രസ് നേതൃത്വം നൽകിയ UDF സർക്കാരുകളാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം, IT മേഖലകളിലെല്ലാം അങ്ങനെ വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങളാണ് UDF സർക്കാരുകൾ കൊണ്ടുവന്നതെന്നും എന്നാൽ ഇതിനെല്ലാം എതിർത്ത് തകർക്കാൻ നോക്കിയവരാണ് LDF സർക്കാർ എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ശബരിമലയിൽ അയ്യപ്പ ഭക്തർ കാണിക്കയായി തന്ന സ്വർണ്ണ വിഗ്രഹങ്ങൾ കളവിന് കൂട്ടുനിന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലൊട്ടാകെ UDFന് അനുകൂലമായ ഒരു തരംഗം ഇന്ന് ആഞ്ഞടിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDF 2010 ഞാൻ KPC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പഞ്ചായത്തുകളിൽ 70% നമ്മൾ വിജയിച്ചിരുന്നു. ഇത്തവണ അതിനേക്കാൾ വലിയ തോതിൽ 70%-ത്തേക്കാൾ വലിയ തോതിൽ UDF വിജയിക്കാൻ പോവുകയാണ്. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഭരണമാറ്റമാണ്. 10 വർഷം ഈ നാട് ഭരിച്ച ഇടതുമുന്നണിയുടെ ദുർഭരണത്തിനെതിരായിട്ടാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. ഇവിടെ ജനങ്ങൾ വിലക്കയറ്റം കൊണ്ട് പ്രയാസപ്പെടുന്നു. ഇന്ത്യയിൽ വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ കേരളമാണ് 1ാം സ്ഥാനം. തൊഴിലില്ലായ്മ പെരുകുന്നു. ഇന്ത്യയിൽ തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ കേരളമാണ് 1ാം സ്ഥാനം. ആരോഗ്യരംഗം തകരുന്നു. വിദ്യാഭ്യാസ രംഗം തകരുന്നു. കേരള മോഡൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആരോഗ്യരംഗത്തെയും വിദ്യാഭ്യാസ രംഗത്തെയും പ്രവർത്തനങ്ങൾ, നേട്ടങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാകുന്നു. മുസ്ലിം ലീഗ് നേതാവ് C. മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ, KPCC ജനറൽ സെക്രട്ടറി K. നീലകണ്ഠൻ, മുസ്ലിം ലീഗ് സെക്രട്ടേറിയറ്റ് അംഗം ബഷീർ വെള്ളിക്കോത്ത്, സേവാദൾ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി, ജില്ലാ UDF കൺവീനർ A. ഗോവിന്ദൻ നായർ, മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ അംഗം A. ഹമീദ് ഹാജി, ബാലകൃഷ്ണൻ പെരിയ, CMP ജില്ലാ സെക്രട്ടറി CV തമ്പാൻ, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, PV സുരേഷ്, ബഷീർ ആറങ്ങാടി, ധന്യ സുരേഷ്, മീനാക്ഷി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. KK ബാബു, K. വേണു സ്ഥാനാർത്ഥികളായ ജില്ലാ പഞ്ചായത്ത് പെരിയ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ജിഷ രാജു, സുമിത, നദീർ കൊത്തിക്കാൽ, C. കുഞ്ഞാമിന, ബിന്ദു സൊസൈറ്റി, P. അബ്ദുൽ കരീം, ഖാലിദ് അറബിക്കടത്ത്, കുഞ്ഞമ്പു, ലക്ഷ്മി തമ്പാൻ എന്നിവർ സംബന്ധിച്ചു. കോൺഗ്രസ് നേതാവ് K. രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് പടന്നയിൽ തോണിയിലേറി ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം. പടന്ന ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി PC സുബൈദയ്ക്ക് വോട്ട് അഭ്യർത്ഥിച്ചാണ് തോണിയിലൂടെയുള്ള പഴയകാല പ്രചരണ രീതി വീണ്ടും നടത്തിയത്. പടന്ന ഗ്രാമപഞ്ചായത്തിലേക്ക് 14-ാം വാർഡായ തെക്കേക്കാടിൽ നിന്നും ജനവിധി തേടുന്ന സഖാവ് PC സുബൈദയ്ക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കോളാമ്പി മൈക്കും തോരണങ്ങളുമെല്ലാമായി സ്ഥാനാർത്ഥിക്ക് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് കൗവായിക്കായലിലെ ഓളങ്ങൾ കീറിമുറിച്ച് തോണി നീങ്ങി. ഓർമ്മകൾ പതിറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പോയാൽ പ്രദേശത്ത് സാധാരണമായിരുന്ന കാഴ്ചകളിലൊന്നാണിത്. CPIM ജില്ലാ കമ്മിറ്റി അംഗവും പടന്ന ഗ്രാമപഞ്ചായത്ത് തെക്കേക്കാട് 14-ാം വാർഡ് LDF സ്ഥാനാർത്ഥിയുമായ PC സുബൈദയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് പഴമയുടെ തനിമയുമായി പ്രചരണമൊരുക്കിയത്. തോണി പ്രചരണത്തിൽ അനൗൺസറായി എത്തിയത് പ്രശസ്ത സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. വോട്ടഭ്യർത്ഥനയും പാട്ടുമെല്ലാമായി തദ്ദേശ ആവേശം തോണിയിലേറി ഓളപ്പരപ്പിലൂടെ നീങ്ങി. ലാൽ സലാം സഖാക്കളെ ലാൽ സലാം, ലാൽ സലാം സഖാക്കളെ ലാൽ സലാം, 100 പൂക്കളെ 100 പൂക്കളെ ലാൽ സലാം സഖാക്കളെ ലാൽ സലാം. 2.5 പതിറ്റാണ്ട് മുമ്പ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ബണ്ട് നിർമ്മിച്ച് തെക്കേക്കാടേക്ക് വാഹന ഗതാഗത സൗകര്യമെത്തിക്കുന്നതിന് മുമ്പ് തോണിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം. തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടുപിടിച്ച പ്രചരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അപ്പം എൻ്റെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു 2.5 കിലോമീറ്റർ മാത്രമുള്ള ഒരു പ്രദേശമായിരുന്നു തെക്കേക്കാട് 10-25 വർഷങ്ങൾക്ക് മുമ്പ്.
ആ 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പ്രചരണ പ്രവർത്തനം എന്ന് പറയുന്നത് തോണിയിലൂടെ കോളാമ്പി മൈക്ക് കെട്ടിയിട്ടുള്ള പ്രചരണ പ്രവർത്തനമായിരുന്നു ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നത്. അത് ഇന്നിപ്പോൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു പ്രചരണ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രീതി നമ്മൾ അവലംബിച്ചത് വേറൊന്നുമല്ല. പുതിയ തലമുറയ്ക്ക് 10-25 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു നമ്മുടെ നാടിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രചരണ രീതി എന്തായിരുന്നു എന്നുള്ളത്, പഴമയുടെ തനിമ പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പ്രചരണ പ്രവർത്തനം പുതിയ തലമുറക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ നല്ലൊരു ആവേശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് നേതൃത്വം കൊടുത്ത സഖാക്കളടക്കം അഭിനന്ദനം അർഹിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. തെക്കേക്കാട് തെക്ക് ബോട്ട് ജെട്ടിയിൽ നിന്ന് തുടങ്ങി വടക്കേക്കാട് പുറത്താൾ പ്രദേശങ്ങളിലൂടെ കടന്ന് ബണ്ട് പരിസരത്ത് ഒരു പകൽ നീണ്ട പ്രചാരണം സമാപിച്ചു. തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ് പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിലെ LDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും തോണിയിലൂടെ വോട്ടഭ്യർത്ഥന നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഭരണം ലഭിച്ചാൽ കാഞ്ഞങ്ങാട് നഗരസഭയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് LDF ചെയർമാൻ സ്ഥാനാർത്ഥി VV രമേശൻ സിറ്റി ന്യൂസിനോട് പറഞ്ഞു. 10 വർഷത്തെ നഗരസഭാ ഭരണത്തിലെ വികസനം നേട്ടമാക്കുമെന്നും VV രമേശൻ. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിൽ എത്തുമെന്നും VV രമേശൻ സിറ്റി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഏറ്റവും കൂടുതൽ കാഞ്ഞങ്ങാട് നമുക്ക് ഇടപെടാൻ കഴിയുന്ന ഒരു വിഷയം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അടുക്കളയിലാണ്. കാലത്ത് 4 മണി മുതൽ അല്ലെങ്കിൽ 5 മണിക്കെല്ലാം എഴുന്നേറ്റ് 7-7:30 വരെ 8 മണി വരെയൊക്കെ അടുക്കളയിൽ മാത്രം ചെലവഴിക്കുന്ന സഹോദരിമാരെ ആണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ, അവരുടെ ഹോംവർക്കിൽ സഹായിക്കുന്ന കാര്യത്തിൽ, അവരെ സ്കൂളിൽ അയക്കുന്ന കാര്യങ്ങളിലൊന്നും അമ്മമാർക്കോ സഹോദരിമാർക്കൊന്നും വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെ വീടുകളിൽ പത്രം വരുന്നത് പോലെ, നമ്മുടെ വീടുകളിൽ പാൽ വരുന്നത് പോലെ അവർക്കാവശ്യമായ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിലെത്തിക്കാൻ കഴിയത്തക്ക നിലയിൽ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് നടപ്പിലാക്കി കേരളത്തിന് തന്നെ ഒരു മാതൃകയാകുന്ന നിലയിൽ കമ്മ്യൂണിറ്റി കിച്ചൺ, സമൂഹ അടുക്കള കാഞ്ഞങ്ങാട്ട് യാഥാർത്ഥ്യമാക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ പലരും ജോലിക്ക് പോകുമ്പോൾ പ്രായമായ അച്ഛനും അമ്മയും അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വീട്ടിലാക്കി പോയാൽ വളരെ ആദിയാണ് ആളുകൾക്ക് വൈകുന്നേരം വരുന്നത് വരെ. അപ്പോൾ അവരെയൊക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യം വെച്ച് കാഞ്ഞങ്ങാട് പകൽ വീട് വയോജനങ്ങൾക്ക് അവർക്ക് സന്തോഷപരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, അവർക്ക് അവരുടെ പഴയ കാലങ്ങളെക്കുറിച്ച് ഓർക്കാൻ, അതുപോലെ തന്നെ കഥ പറയാൻ, അതുപോലെ തന്നെ കൈത്തൊഴിൽ അറിയുന്നവർക്ക് അതിനാവശ്യമായ സംവിധാനം ഒരുക്കാൻ, അങ്ങനെ പകൽ മുഴുവൻ അവർ വളരെ സന്തോഷത്തോടുകൂടി കഴിയത്തക്ക നിലയിലേക്ക് വയോജനങ്ങളെ രാവിലെ വീട്ടിൽ നിന്നും കുട്ടികളെ നഴ്സറി അയക്കുന്ന പോലെ തന്നെ കൊണ്ടുവന്ന് വൈകുന്നേരം വീട്ടിലെത്തിക്കാൻ കഴിയത്തക്ക നിലയിലേക്ക് കാഞ്ഞങ്ങാട് പകൽ വീട് ഒരു മാതൃകയാക്കി കേരളത്തിന് സമർപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ബസ് സ്റ്റാൻഡ്, കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് ഏറെക്കുറെ ഇപ്പോൾ യാഥാർത്ഥ്യമായി. കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് പയ്യന്നൂർ, കണ്ണൂർ ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകൾ പുതിയ ബസ് സ്റ്റാൻഡിൽ ഓട്ടം അവസാനിപ്പിച്ച് പുതിയ ബസ് സ്റ്റാൻഡ് തന്നെ പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് പോലെ അല്ലെങ്കിൽ കാസർഗോഡ് ബസ് സ്റ്റാൻഡ് പോലെ നമുക്ക് ബസ്സുകൾ പുറപ്പെടാവുന്ന സംവിധാനം ഉണ്ടാക്കിയാൽ കുറേ കൂടെ മെച്ചപ്പെടും. റൂമുകളെല്ലാം ഇപ്പോൾ തന്നെ ലേലം ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു 6-7 മാസത്തിനുള്ളിൽ തന്നെ നമുക്കതിൻ്റെയൊക്കെ ഫർണിച്ചർ പണിയൊക്കെ തീർക്കും അവർ. അതോടുകൂടി ബസ് സ്റ്റാൻഡ് നല്ല യാഥാർത്ഥ്യമാകും. ബസ് സ്റ്റാൻഡിൻ്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള ബ്ലോക്ക്, ആ ബ്ലോക്ക് മോടി പിടിപ്പിച്ച് ഇപ്പോഴത്തെ നഗരസഭാ കാര്യാലയം ഒരു സെക്രട്ടേറിയറ്റ് പാർലമെൻറ്റ് മോഡൽ ആക്കി അതിനെ പൂർണ്ണമായിട്ടും നമ്മുടെ നഗരസഭാ കാര്യാലയം ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. ഗതാഗത സംവിധാനം പൂർണ്ണമായും പാർക്കിംഗ് ഫീസ് ഈടാക്കിക്കൊണ്ട് കുറേയേറെ സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയത്തക്ക നിലയിലേക്ക് പാർക്കിംഗ് ഫീസ് പിരിക്കും കാഞ്ഞങ്ങാട് പട്ടണത്തിൽ. അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ആളുകൾക്ക് തോന്നിയ പോലെ വാഹനം കൊണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിശ്ചിത സ്ഥലം നിശ്ചയിക്കുക, എവിടെയാണ് ഓരോ വാഹനങ്ങളും, 2 വീലർ എവിടെയാണ്, അതുപോലെ തന്നെ മറ്റു വാഹനങ്ങൾ എവിടെയാണ്, അതുപോലെ തന്നെ ടാക്സി വാഹനങ്ങൾ എവിടെയാണ് എന്നൊക്കെ കൃത്യമായി തരംതിരിച്ച് ഒരു സാധാരണ മുമ്പ് വന്നപ്പോൾ വിശേഷ നാളുകളിൽ തിരക്ക് പിടിച്ചപ്പോൾ നമ്മളത് ഏറെക്കുറെ ചെയ്തതാണ്. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് ഇക്കുറി ഒരു 6 മാസം കൊണ്ട് തന്നെ കാഞ്ഞങ്ങാടിൻ്റെ ട്രാഫിക് പ്രോബ്ലം പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാഞ്ഞങ്ങാട്ടെ റോട്ടറി, ലയൺസ്, മറ്റ് സന്നദ്ധ സംഘടനകളെല്ലാം കൂടെ നിൽക്കും. അവരുടെയൊക്കെ സഹായങ്ങൾ
മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും കൂടി കാഞ്ഞങ്ങാടിനെ ഭരിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുക, അഴിമതിയില്ലാത്തൊരു ഭരണം, സ്വജനപക്ഷപാതമില്ലാത്ത ഭരണം, കാഞ്ഞങ്ങാടിൻ്റെ ജനം ആഗ്രഹിക്കുന്ന ഭരണം, അതാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പിലാക്കുന്ന നഗരസഭ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഇത്തവണ ഭരണം പിടിച്ചെടുക്കുമെന്ന് നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥി MP ജാഫർ സിറ്റി ന്യൂസിനോട് പറഞ്ഞു. നഗരസഭയിലെ വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടിയാണ് UDFന്റെ പ്രചരണം. അധികാരത്തിലെത്തിയാൽ നഗരത്തിലെ ഗതാഗത പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകുമെന്നും MP ജാഫർ സിറ്റി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖ്യത്തിൽ വ്യക്തമാക്കി. കാഞ്ഞങ്ങാട് നഗരസഭയിലെ പോരാട്ടം ഇപ്രാവശ്യം UDF അധികാരത്തിൽ വരും എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ വലിയ സപ്പോർട്ട് UDFന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലം കാഞ്ഞങ്ങാട് നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിൽ യാതൊരു വികസനവും കാഞ്ഞങ്ങാട് നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, UDF കാഞ്ഞങ്ങാട്ട് കൊണ്ടുവന്ന സകലമാന വികസന പ്രവർത്തനങ്ങളെയും പദ്ധതികളെയും തകിടം മറിക്കുന്ന സാഹചര്യമാണ് കാഞ്ഞങ്ങാട്ടുണ്ടായിട്ടുള്ളത്. അതിനുദാഹരണമായി എടുത്തു പറഞ്ഞാൽ അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് UDFൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. അത് 90% പൂർത്തീകരിച്ചതിന് ശേഷമാണ് UDF ഇവിടെ നിന്ന് അധികാരത്തിൽ നിന്ന് പോയത്. ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി LDF ഭരിക്കുന്നു. പക്ഷേ 2019 ഫെബ്രുവരി 22-ാം തീയതി അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യപ്പെട്ടെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ, നഗരസഭയ്ക്ക് വരുമാനമുണ്ടാകത്തക്ക രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ ഈ ഭരണസമിതിക്ക് 10 വർഷക്കാലം കാലാവധി ഉണ്ടായിട്ടും അത് സാധിച്ചില്ല എന്നുള്ളതാണ് കാഞ്ഞങ്ങാട്ടെ ജനങ്ങൾക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. അതോടൊപ്പം തന്നെ അതിന് തൊട്ടുനടുത്ത് കേരളത്തിലെ വനിതകൾക്കായി, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വനിതകൾക്ക് താമസിക്കുന്നതിനുണ്ട്, ഭയം കൂടാതെ താമസിക്കുന്നതിനുണ്ട് ഒരു ഷീ ലോഡ്ജ് ഉണ്ടാക്കി. ആ ഷീ ലോഡ്ജ് എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ഷീ ലോഡ്ജാണ്. പക്ഷേ അതിൻ്റെ പൂട്ടുപോലും ഇതുവരെ തുറന്ന് പ്രവർത്തിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ മാലിന്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് LDF അധികാരത്തിൽ വന്നത്. മാലിന്യ സംസ്കരണത്തിന് വേണ്ടി തുമ്പൂർ മൊഴി മാതൃകയിൽ പണിയുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ബസ് സ്റ്റാൻഡിൻ്റെ യാർഡിനകത്ത് തുമ്പൂർ മൊഴിക്ക് വേണ്ടിയിട്ടുള്ളൊരു കൂടാരം പണിതു എന്നുള്ളതല്ലാതെ യാതൊരുവിധ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള സാഹചര്യവും ഉണ്ടാക്കിയിട്ടില്ല. മാത്രമല്ല, കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പ്രശ്നം, ജനങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കാഞ്ഞങ്ങാട്ടെ ഗതാഗത കുരുക്കാണ്. പുതിയ കോട്ടയിൽ നിന്നൊന്ന് കോട്ടച്ചേരി സർക്കിളിലേക്കൊന്ന് പോകണമെങ്കിൽ മണിക്കൂറുകൾ ട്രാഫിക് ജാമിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യമാണ്. അതിന് ശാശ്വതമായ പരിഹാരം കാണാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അശാസ്ത്രീയമായ പാർക്കിങ്ങും അതുപോലെ തന്നെ ട്രാഫിക് നിയന്ത്രണത്തിലുള്ള അശാസ്ത്രീയതയുമാണ് അതിന് ഏറ്റവും വലിയ കാരണം. അതുകൊണ്ട് തന്നെ UDF ജനങ്ങളോട് പറയുന്നത് ആ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, പുതിയ പാർക്കിംഗ് സംവിധാനങ്ങൾ, അതുപോലെ തന്നെ അവിടെയുള്ള പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ചു നീക്കി അവിടെ ടൗൺ ബസ് സ്റ്റാൻഡാക്കി നിലനിർത്തിക്കൊണ്ട് മറ്റെല്ലാ ബസ്സുകളെയും അവിടെയുള്ള മുഴുവൻ പുതിയ ബസ് സ്റ്റാൻഡിനകത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ ഒരു പുറകോട്ടേക്ക് മാറ്റി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുകയും അതുപോലെ തന്നെ അവിടെ നിന്ന് റോഡ് മുറിച്ച് കിടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫുട് ഓവർ ബ്രിഡ്ജ്, ലിഫ്റ്റ് അടക്കമുള്ള ഫുട് ഓവർ ബ്രിഡ്ജൊക്കെ നിർമ്മിച്ചുകൊണ്ട് ഗതാഗതക്കുരുക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുക എന്നുള്ളതാണ് UDFനെ സംബന്ധിച്ചിടത്തോളമുള്ള പദ്ധതി. അതുപോലെ തന്നെ മത്സ്യ മാർക്കറ്റ് ഇന്ന് അവിടത്തേക്ക് പോകാൻ പോലും കഴിയാത്തൊരു സാഹചര്യം നമുക്കറിയാം. KT ജലീലിനെ കൊണ്ടുവന്ന് ദുബായ് മാർക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഉദ്ഘാടനം ചെയ്യപ്പെട്ട മാർക്കറ്റിനകത്തേക്ക് ഇന്നൊന്ന് കയറാൻ പോലും ജനങ്ങൾക്ക് കഴിയാത്തൊരു സാഹചര്യമാണ്. UDF അധികാരത്തിൽ വന്നാൽ ആ മാർക്കറ്റ് അവിടെ നിന്ന് പൂർണ്ണമായും മാറ്റി മറ്റൊരു സ്ഥലത്ത് അത്യാധുനികമായ മത്സ്യ മാർക്കറ്റ് നിർമ്മിക്കുക എന്നുള്ളതാണ് UDFനെ സംബന്ധിച്ചിടത്തോളമുള്ള പദ്ധതി. അതുപോലെ തന്നെ വായുന്നോരുടെ കുടിവെള്ള പദ്ധതി 2019 ഫെബ്രുവരി 22-ാം തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ആ വായുന്നോരുടെ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് ഒരു തുള്ളി ദാഹജലം പോലും ഇതുവരെ അവിടെയുള്ള ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതൊക്കെ പൂർണ്ണ സജ്ജമാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സയൻസ് പാർക്ക് എന്ന് പറയുന്ന UDF കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. ആ സയൻസ് പാർക്കും ഇന്ന് അടച്ചുപൂട്ടിയിട്ടാണുള്ളത്. അതിനെ പൂർണ്ണ സജ്ജമാക്കിക്കൊണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് AI യുഗത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാഞ്ഞങ്ങാട്ടെ യുവസമൂഹത്തിന്, യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ അതിനെ പരിഷ്കരിച്ച് പുനരുദ്ധരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ചിൽഡ്രൻസ് പാർക്ക് നമുക്ക് പുനരുദ്ധരിച്ചുകൊണ്ട് ആളുകൾക്ക് തുറന്നു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള വയോജനങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ ജീവിതശൈലി രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ വ്യായാമം ചെയ്യുന്നതിന് വേണ്ടി ഓപ്പൺ ജിംനേഷ്യം അടക്കമുള്ള, അതുപോലെ തന്നെ വാക്കിംഗ് വഴികൾ ഒരുക്കിക്കൊണ്ട് അവർക്ക് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കാഞ്ഞങ്ങാടിൻ്റെ വികസനത്തിന് ഉതകുന്ന രീതിയിലുള്ള പുതിയ പദ്ധതികളുമായിട്ട് UDF അധികാരത്തിൽ വന്നാൽ 10 വർഷക്കാലം
ഘടകമായി കാഞ്ഞങ്ങാടിൻ്റെ വികസന മുരടിപ്പിന് ഒരു അറുതി വരുത്തിക്കൊണ്ട് പുതിയ വികസന രംഗത്തേക്ക് കാൽവെപ്പ് നടത്താൻ UDFന് സാധിക്കും. അതുകൊണ്ട് കാഞ്ഞങ്ങാട്ടെ ജനങ്ങൾ ഇപ്രാവശ്യം കാഞ്ഞങ്ങാട്ട് ഒരു UDFൻ്റെ തരംഗം തന്നെ നിൽക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള കാഞ്ഞങ്ങാട്ടെ ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് UDF അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നതും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ അനുകൂല ഘടകമെന്ന് പറയുന്നത് കാഞ്ഞങ്ങാട് നഗരസഭയിൽ LDF നടത്തിയിരിക്കുന്ന വികസന മുരടിപ്പാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് കാഞ്ഞങ്ങാട്ട് വാർഡ് വിഭജനം നടന്നപ്പോൾ ആ കാഞ്ഞങ്ങാട്ട് നഗരസഭയിൽ വാർഡ് വിഭജനത്തിൽ പൂർണ്ണമായും നീതി അല്ലെങ്കിലും ഒരു ഭാഗികമായിട്ടുള്ള ഒരു നീതി ആ വാർഡ് വിഭജനത്തിൽ നടന്നിട്ടുണ്ട്. CPM വിചാരിക്കും പോലെ അവരുടെ പാർട്ടിക്ക് അനുസരിച്ചുകൊണ്ട് അവരുടെ പാർട്ടി സെല്ലിനനുസരിച്ചുകൊണ്ട് അത് വിഭജിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു ഘടകമായി ഞങ്ങൾ കാണുകയാണ്. 43 വാർഡ് ഉണ്ടായിരുന്ന കാഞ്ഞങ്ങാട് നഗരസഭയിൽ 47 വാർഡ് വർദ്ധിച്ചപ്പോൾ 4 വാർഡുകളിൽ അതിൽ 3 വാർഡുകളും UDFന് അനുകൂലമായ രീതിയിൽ വിധി എഴുതപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അതുകൊണ്ട് വാർഡ് വിഭജനം UDFന് അനുകൂലമായിട്ടാണ് നടന്നിട്ടുള്ളത്. അത് അങ്ങനെ ഒരു നീതിപൂർവമായ വാർഡ് വിഭജനം നടത്തിയത് കൊണ്ട് തന്നെ മുനിസിപ്പൽ സെക്രട്ടറിയെ വാർഡ് വിഭജനം കഴിഞ്ഞ ഉടനെ ഇവിടുന്ന് മാറ്റുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ആ ഘടകവും അതുപോലെ തന്നെ ജനങ്ങളിൽ ഇന്ന് കാണുന്ന ഈ വികസനം ഉണ്ടാവണം, UDF എന്നാൽ മാത്രമേ വികസനം ഉണ്ടാകൂ എന്നുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാടും തീർച്ചയായും UDFനെ സംബന്ധിച്ചോളം അനുകൂലമായിട്ടുള്ള ഘടകമാണ്. BJP നീലേശ്വരം നഗരസഭാ വാർഡ് 13-14 കുടുംബ സംഗമം നടന്നു. BJP ദേശീയ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് കേശവൻ ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ ടൗണിലെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രധാന റോഡിൽ സൗകര്യപ്രദമായ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാതയോരത്ത് നിരാഹാര സമരം തുടങ്ങി. കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ വ്യാപാര ഭവൻ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ആംബുലൻസ് ഉൾപ്പെടെ കടന്നുപോകാൻ കഴിയുന്ന അടിപ്പാത നിർമ്മിക്കണമെന്ന ജനങ്ങളുടെ ആവശ്യവുമായി കർമ്മസമിതി നടത്തിവന്ന സമരം തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല റിലേ നിരാഹാര സമരത്തിലേക്ക് മാറുകയാണ്. ദേശീയപാതയോരത്ത് അനിശ്ചിതകാല റിലേ നിരാഹാര സമരം കാഞ്ഞങ്ങാട് MLA ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ആ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ അലൈൻമെന്റ് തയ്യാറാക്കുന്നത് മുതൽ നമ്മുടെ നാടിന് ചേർന്ന വിധത്തിലോ നാടുമായി ബന്ധപ്പെട്ട ഒരു വിഷയമെന്ന നിലയിലോ ഒരാലോചനയും നടത്തിയവരല്ല എന്നതാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ വളരെ വിദഗ്ധരായ ആളുകളെ തന്നെയാണ് നിയോഗിച്ചത്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ P പത്മിനി, കർമ്മസമിതി കൺവീനർ മുകേഷ് ബാലകൃഷ്ണൻ, പ്രവീൺ പ്രകാശ്, ഉദിനൂർ സുകുമാരൻ, K സുന്ദരൻ, KP രാമകൃഷ്ണൻ, PK വാസുദേവൻ എന്നിവർ പ്രസംഗിച്ചു. ആദ്യ ദിനം KK കുമാരൻ മാസ്റ്റർ, മുകേഷ് ബാലകൃഷ്ണൻ, T രാജൻ, P വിജയകുമാർ, MV ബീന എന്നിവർ നിരാഹാര സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ലോക എയ്ഡ്സ് ദിനാചരണം ജില്ലയിൽ വിവിധ പരിപാടികളോടെ നടന്നു. ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൌത്യം, കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാംദാസ് AV ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സന്തോഷ് B അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ മധുസൂദനൻ M ദിനാചരണ സന്ദേശം നൽകി. ജില്ലാ നഴ്സിംഗ് ഓഫീസർ മിനി ജോസഫ്, ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ ഗിരീഷ് KV,
ടെക്നിക്കൽ അസിസ്റ്റന്റ് എം ചന്ദ്രൻ, ജില്ലാ MCH ഓഫീസർ ഉഷ പി എന്നിവർ സംസാരിച്ചു. ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അബ്ദുൾ ലത്തീഫ് മഠത്തിൽ സ്വാഗതവും ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ PP ഹസീബ് നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന ബോധവൽക്കരണ സെമിനാറിൽ മംഗൽപാടി താലൂക്ക് ആശുപത്രി ICTC കൗൺസിലർ യോഗീഷ് ഷെട്ടി D വിഷയാവതരണം നടത്തി. പരിപാടിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരം മുതൽ വ്യാപാര ഭവൻ വരെ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി ഹോസ്ദുർഗ് സർക്കിൾ ഇൻസ്പെക്ടർ അനൂപ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലിയിൽ ലക്ഷ്മി മേഘൻ നഴ്സിംഗ് സ്കൂൾ, സീമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ്, ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കാഞ്ഞങ്ങാട്, മാലിക് ദിനാർ കോളേജ് ഓഫ് നഴ്സിംഗ്, കെൽവെയർ സ്കൂൾ ഓഫ് നഴ്സിംഗ്, മൻസൂർ സ്കൂൾ ഓഫ് നഴ്സിംഗ് എന്നിവിടങ്ങളിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ബോധവൽക്കരണ റാലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സീമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് 1ാം സ്ഥാനവും ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കാഞ്ഞങ്ങാട് 2ാം സ്ഥാനവും കേരള സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ മികച്ച ICTC പുരസ്കാരം നേടിയ കാസർഗോഡ് ജനറൽ ആശുപത്രി എന്നിവർക്കുള്ള പുരസ്കാര വിതരണം നടന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാംദാസ് AV പുരസ്കാര വിതരണം നടത്തി. പ്രതിസന്ധികളെ അതിജീവിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ ബോധവൽക്കരണ കലാപരിപാടികൾ അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന ബോധവൽക്കരണ സ്പോർട് ക്വിസ് മത്സരത്തിന് ആനന്ദാശ്രമം കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സിജോ M ജോസ് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അടോട്ട് ശ്രീ വനദുർഗ ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. പൊങ്കാല സമർപ്പണം ഭക്തിയുടെ നിറവിൽ നടന്നു. അടോട്ട് ശ്രീ വനദുർഗ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി പൊങ്കാല സമർപ്പണം നടന്നു. നിരവധി ഭക്തരാണ് പൊങ്കാല സമർപ്പണത്തിനായി ദേവീസന്നിധിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭിന്നശേഷിക്കാരുടെ ദേശീയ സംഘടനയായ സക്ഷമ കാസർഗോഡ് ജില്ലാ സമിതിയുടെ മഹിളാ ആയാമിന്റെ നേതൃത്വത്തിലുള്ള കുടുംബസംഗമം കാഞ്ഞങ്ങാട് നിത്യാനന്ദാശ്രമത്തിൽ നടന്നു. ആശ്രമം സെക്രട്ടറി KV ഗണേശൻ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരുടെ ദേശീയ സംഘടനയായ സക്ഷമ കാസർഗോഡ് ജില്ലാ സമിതിയുടെ മഹിളാ ആയാമിന്റെ നേതൃത്വത്തിലുള്ള കുടുംബസംഗമം കാഞ്ഞങ്ങാട് നിത്യാനന്ദാശ്രമത്തിൽ വെച്ച് നടന്നു. ആശ്രമം സെക്രട്ടറി KV ഗണേശൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിൽ മൊത്തം ഇതിൻ്റെ പ്രവർത്തകരും പറയുമ്പോഴേ പാർട്ടിയുടെ കാര്യങ്ങളുണ്ട്. കേരളത്തിൽ ഇന്ന് ഇത് നന്നായിട്ടോടൊക്കെ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ വളരെ മുന്നിലാണ്. അങ്ങനെ ഈ പരിപാടി ദീർഘിക്കുന്നില്ല. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. എല്ലാവരും സക്ഷമ ജില്ലാ പ്രസിഡന്റ് രവീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. പുണ്ടരീകാക്ഷൻ, സുജയ പാണ്ഡ്യൻ, രഘുനാഥ് കാഞ്ഞങ്ങാട്, സുരേഷ് നായക്, രതീഷ് പരവനടുക്കം, CC ഭാസ്കരൻ, TV ഭാസ്കരൻ, സന്തോഷ് നീലേശ്വരം എന്നിവർ സംസാരിച്ചു. ഓമന മുരളി സ്വാഗതവും പ്രസിദ്ധ രഘുനാഥ് നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ മുണ്ടോട്ട് താഴത്ത് വീട് തറവാട് ശ്രീ കോമറിയ ദേവസ്ഥാന നവീകരണ കലശ മൂവാണ്ട് കളിയാട്ട മഹോത്സവം ഡിസംബർ 5 മുതൽ 8 വരെ തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. മടിക്കൈ മുണ്ടോട്ട് താഴത്ത് വീട് തറവാട് ശ്രീ കോമറായ ദേവസ്ഥാന നവീകരണ കലശ മൂവാണ്ട് കളിയാട്ട മഹോത്സവം ഡിസംബർ 5 മുതൽ 8 വരെ തീയതികളിലായി നടക്കും. ഡിസംബർ 5 വെള്ളിയാഴ്ച രാവിലെ 3 മണി മുതൽ ബ്രഹ്മശ്രീ ആലമ്പാടി പടിഞ്ഞാറ്റ് ഇല്ലത്ത് മധു പട്ടേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, ശുദ്ധികലശം തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. 6:15 മുതൽ 7:15 വരെയുള്ള മുഹൂർത്തത്തിൽ തന്ത്രീശ്വരന്റെ സാന്നിധ്യത്തിൽ തറവാട് കാരണവർ കുഞ്ഞമ്പു പുത്തൂരാന്റെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടക്കും. കഴിഞ്ഞ 12 വർഷത്തിനപ്പുറം ജീർണാന്നുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി 3 വർഷം കൂടുമ്പോൾ കളിയാട്ടം നടത്തി വരികയായിരുന്നു. ഒരു പ്രാവശ്യത്തെ മൂവാണ്ട് നവീകരണ കലശവും അതോടൊപ്പം തന്നെ കളിയാട്ടവും ഈ മാസം 5, 6, 7, 8 തീയതികളിലായി നടത്തുകയാണ്. അതിൻ്റെ വിപുലമായിട്ടുള്ള പ്രചരണ പ്രവർത്തനം
കൂടി ഇതിനൊരു പ്രധാന പ്രചരണം ലഭിക്കണം എന്ന അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡിസംബർ 6 രാവിലെ 10 മണിക്ക് നന്ദപുരം ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും കലവറ ഘോഷയാത്ര നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ ഗോപിനാഥ് ഒടയംചാൽ, ബാലകൃഷ്ണൻ കലൈപ്പാടി, കെ സുരേന്ദ്രൻ, മധു കാഞ്ഞങ്ങാട്, ശ്രീഹരി കലൈപ്പാടി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അരേ ശ്രീ ഏലത്തുമുണ്ടിയ ദേവാലയത്തിലെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു. ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാനും മുൻ ഉദുമ MLAയുമായ KV കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. അരേ ശ്രീ ഏരത്തുമുണ്ടിയ ദേവാലയത്തിലെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ 2ാം ദിനത്തിൽ സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാനും മുൻ ഉദുമ MLAയുമായ KV കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രവുമാകാം എന്ന് പറഞ്ഞത് കുമാരനാശാൻ. ഇന്നലെ ചെയ്തതെല്ലാം അബദ്ധങ്ങളായിരുന്നു എന്നുകൊണ്ടല്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഇന്നലെ ചെയ്തതിൽ ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടായിരുന്നു. കാലോചിതമായി ഈ അബദ്ധങ്ങളെയെല്ലാം അതിജീവിച്ച് തേച്ചു മിനുക്കി കാലോചിതമായി പരിഷ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായി നിന്നിട്ടുള്ള ആളുകൾ നിരന്തരമായി നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് ഈ നിലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം മുന്നോട്ടേക്ക് വന്നത്. നമ്മുടെ നാട് ഒരു കാലത്ത് ജാതിശ്രേണിയിൽ മുമ്പിൽ നിൽക്കുന്ന ആളുകളുടെ പരിസരത്ത് പോലും ആ ഗണത്തിൽപ്പെടാത്ത ആളുകൾക്ക് എത്തിച്ചേരാൻ വലിയ തടസ്സങ്ങൾ ഉണ്ടായിരുന്ന നാടാണ്. ജാതിശ്രേണിയിൽ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ അവർ സഞ്ചരിക്കുന്ന വഴികളിൽ നിന്ന് 8 അടി മുതൽ 64 അടി വരെ അളന്ന് ദൂരെ മാറി നിൽക്കാൻ വിധിക്കപ്പെട്ട ജാതി സമുദായങ്ങൾ ഉണ്ടായിരുന്ന നാടാണ് നമ്മുടെ നാട്. സംഘാടക സമിതി ചെയർമാൻ ഐശ്വര്യകുമാരൻ അധ്യക്ഷത വഹിച്ചു. മടിക്കി ഗ്രാമപഞ്ചായത്ത് മെമ്പർ A. വേലായുധൻ, അരൈ ജമാഅത്ത് പ്രസിഡന്റ് സമീർ ഡിസൈൻസ്, കാഞ്ഞങ്ങാട് പ്രസ് ക്ലബ് പ്രസിഡന്റ് ഫസൽ റഹ്മാൻ, ക്ഷേത്രം പ്രസിഡന്റ് A. കുമാരൻ, വർക്കിംഗ് ചെയർമാൻ A. കൃഷ്ണൻ, സ്വീകരണ കമ്മിറ്റി ചെയർമാൻ C. കുട്യൻ, മാതൃസമിതി ചെയർപേഴ്സൺ വത്സല കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ T. ദിനേശൻ സ്വാഗതവും പബ്ലിസിറ്റി കൺവീനർ മോഹനൻ KV നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. 5 ദിവസങ്ങളിലായി നടന്നുവന്ന ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. ഉത്സവ ആഘോഷത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ മുതൽ പൂമാരുതൻ, രക്തചാമുണ്ടി, ഭഗവതി, വിഷ്ണുമൂർത്തി, പടിഞ്ഞാറെ ചാമുണ്ടി, ഗുളികൻ എന്നീ തെയ്യങ്ങളുടെ പുറപ്പാട് നടന്നു. അന്നദാനവും തുലാഭാര സമർപ്പണവും നടന്നു. വാരിക്കാട്ടപ്പൻ മഹിഷമർദിനി ക്ഷേത്രം, നായക്കരവളപ്പ് മല്ലികാർജുന ക്ഷേത്രം എന്നിവിടങ്ങളിലേക്കുള്ള വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ എഴുന്നള്ളത്തും തുടർന്ന് തേങ്ങയേറും നടന്നു. രാത്രി വിഷ്ണുമൂർത്തി തെയ്യം തിരുമുടി അഴിച്ചതോടുകൂടി 5 നാൾ നീണ്ട കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊട്ടച്ചേരി കുന്നുമ്മൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ ഈ വർഷത്തിന്റെ പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. വിളക്കുപൂജ ഭക്തിയുടെ നിറവിൽ നടന്നു. കോട്ടച്ചേരി കുന്നുമ്മൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിന ഉത്സവത്തിന് തുടക്കമായി. പ്രതിഷ്ഠാദിന ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ആചാര ചടങ്ങുകളും സർവൈശ്വര്യ വിളക്കുപൂജയും നടന്നു. ദിവസത്തിന് പ്രാധാന്യമുള്ളത് നമുക്ക് പൂജയ്ക്ക് പ്രത്യേകിച്ച് ശ്രദ്ധ കിട്ടാനൊരു എളുപ്പമായി നൃത്തം, അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട പ്ലസ് പോയിന്റാണ് നൃത്തം. അപ്പോൾ ആ പുഞ്ചിരിക്കാൻ മനോഹരമായ പൊന്നിൻ കിരീടം വൈപ്പിയിൽ കുത്തി വെച്ചുകൊണ്ട് വളരെ ചുരുണ്ട കാർകൂന്തല് ചന്ദ്രപ്രകാശമായ തിരുനെറ്റി
രണ്ടാം ദിവസം സോപാന സംഗീതം, മഹാപൂജ വിതരണം, തിടമ്പ് നൃത്തം, ഭജൻസ് എന്നിവയും നടന്നു. ഡിസംബർ 11 മുതൽ 5 ദിവസങ്ങളിലായി നടക്കുന്ന കളിയാട്ട ഉത്സവം കോട്ടച്ചേരി ചെരക്കര തറവാട്ടിൽ നിന്നും ദീപവും തിരിയും കുന്നുമ്മൽ ദുർഗാപരമേശ്വരി മഠത്തിൽ നിന്നും അരിയും പൂവും കൊണ്ടുവരുന്നതോടുകൂടി ആരംഭിക്കും. ആദ്യ ദിവസം രാത്രി കോട്ടച്ചേരി പട്ടരൈ കന്നിരാശി വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് നിന്നും തെയ്യം വരവ് നടക്കും. എല്ലാ ദിവസവും രാത്രി തെയ്യങ്ങളുടെ കുളിച്ചുതോറ്റവും വിവിധ കലാപരിപാടികളും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ഇനിയും കേസുകൾ ഉണ്ടാകുമെന്ന ഭയത്തിലാണ് സൈബർ ആക്രമണം നടത്തുന്നതെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ വികസനമെല്ലാം കൊണ്ടുവന്നത് UDF സർക്കാരുകളാണെന്ന് രമേശ് ചെന്നിത്തല. അജാനൂർ പഞ്ചായത്ത് തീരദേശ മേഖല UDF തെരഞ്ഞെടുപ്പ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാഞ്ഞങ്ങാട് നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം സജീവം. ഭരണം നിലനിർത്തുമെന്ന് നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥി VV രമേശൻ. നഗരസഭ തിരിച്ചു പിടിക്കുമെന്ന് UDF ചെയർമാൻ സ്ഥാനാർത്ഥി MP ജാഫർ. കുടുംബശ്രീ ജില്ലാ മിഷൻ ഒളിമ്പിക് 2.0 എന്ന പേരിൽ ജില്ലാതല ബഡ്സ് കായികമേള സംഘടിപ്പിച്ചു. ക്രൈംബ്രാഞ്ച് SP P ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ ടൗണിലെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രധാന റോഡിൽ സൗകര്യപ്രദമായ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാതയോരത്ത് നിരാഹാര സമരം തുടങ്ങി. കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ലോക എയ്ഡ്സ് ദിനാചരണം ജില്ലയിൽ വിവിധ പരിപാടികളോടെ നടന്നു. ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. അടോട്ട് ശ്രീ വനദുർഗാ ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. പൊങ്കാല സമർപ്പണം ഭക്തിയുടെ നിറവിൽ നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.